ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. Anyway, cost of equity share capital. It is very difficult to calculate the cost of equity capital when compared to debt and preference share capital. അതായത് ഡെപ്റ്റിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റലിനെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ദ മെയിൻ റീസൺ ഈസ് ദാറ്റ് ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് നോട്ട് ഫിക്സഡ്. അതിൻ്റെ മെയിൻ റീസൺ ആണ് എന്ത് പറയുന്നത്, അവിടെ ഇക്വിറ്റി ഡിവിഡൻഡ് എന്തല്ല ഫിക്സഡ് അല്ല. അതായത് പ്രിഫറൻസ് ഷെയർസിനൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവിടെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അവരെന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ എന്ത് പറയുന്നില്ല, അങ്ങനത്തെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, വളരെ ഡിഫിക്കൽട്ടാണ് പറയുന്നത്. ഇറ്റ് വാരിയസ് ഫ്രം ഇയർ ടു ഇയർ ഡിപ്പെൻഡ് അപ്പോൺ ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി. ഇതിൽ വേരിയേഷൻസ് വരാം ഇങ്ങനെ വർഷങ്ങൾ തോറും. അതായത് ഇന്ന് മേ ബി ഈ ഒരു വർഷത്തിൽ മേ ബി പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല, നെക്സ്റ്റ് വർഷത്തിൽ കുറച്ചധികം പ്രോഫിറ്റ് ഉണ്ടാവാം, അതിൻ്റെ അടുത്ത വർഷം അതിലും കൂടുതലുണ്ടാവാം. അതെല്ലാം അതിൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് ഈ വർഷം ഉണ്ട് അതിൻ്റെ അടുത്ത വർഷം അധികം ഇല്ല, അത് പറഞ്ഞാൽ ഒട്ടുമില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസും വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതായത് നമ്മുടെ കമ്പനി എത്രയാണോ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്താ വേരിയേഷൻസിൽ ചേഞ്ചസ് വരുന്നത്. റിസ്ക് ഫാക്ടർ ഓൾസോ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസൈഡിങ് ദ റേറ്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻറ്റ്. അതായത് റേറ്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത് പറയുന്നത്, റിസ്ക് പറയുന്നത്. അതായത് നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, റിസൾട്ട് കൂടുതലായിരിക്കും അല്ലെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റിസ്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് മേ ബി നെഗറ്റീവ് ആയേക്കാം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ, പ്രോഫിറ്റാണ്. മാക്സിമം പ്രോഫിറ്റാണ്. അവർക്ക് ഇക്വിറ്റി ഷെയർസിന് മാക്സിമം പ്രോഫിറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ റിസ്ക് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ കഴിയും. അതാണ് റിസ്ക് ഫാക്ടർ ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസൈഡിങ് ദി റേറ്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻറ്റ്. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ദ കമ്പനി മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഏൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കൊടുക്കണം, റിട്ടേൺ കൊടുക്കണമല്ലോ. അതിനെയാണെന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിട്ടേൺ വിച്ച് ദി ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട്, അതിനാണ് എന്ത് പറയുന്നത്, ആ ഒരു റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദർ ആർ വാരിയസ് അപ്രോച്ചസ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അപ്രോച്ചുകളുണ്ട്. ഫസ്റ്റ് പറയുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, സെക്കൻഡ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, തേർഡ് ഏണിംഗ് പ്രൈസ് മെത്തേഡ്, ഫൈനലി റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. അപ്പോൾ 4 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്. ഈ 4 നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഐ തിങ്ക് ഇതൊന്നും പ്രോബ്ലം വരുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രോബ്ലം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം പഠിക്കുക കേട്ടോ. ഐ ഡോണ്ട് നോ. ഞാൻ എന്തായാലും മീനിങ് ആൻഡ് ഡെഫിനേഷൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തുതരാം. മെറിറ്റ്സും അഡ്വാൻറ്റേജസും ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തുതരാം. പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും തോന്നരുത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. എനിവേ ലിമിറ്റേഷൻസ് അത്രയും മതി. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ കൺസിഡറേഷൻ ദി ചേഞ്ചസ് ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷനിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല, ഇത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഇറ്റ് ഇഗ്നോർസ് ദ ഇമ്പാക്ട് ഓഫ് റീറ്റെയിൻ ഏർണിംഗ്സ്. അതായത് റീറ്റെയിൻ ഏർണിംഗ്സിൻ്റെ ഇമ്പാക്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദ റീറ്റെയിൻ ഏർണിംഗ്സ് അഫക്ട് ബോത്ത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ആൻഡ് ദി എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് പെയ്ഡ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്താ നോക്കാം. അതായത് രണ്ടാമത് വരുന്നത്. ഓക്കെ, വെൻ ദി ഡിവിഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. അതായത് ഇവിടെ ഡിവിഡൻറ്റ് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലായിരിക്കും. കോൺസ്റ്റൻറ്റ് റേറ്റ് പറയുമ്പോൾ അവിടെ ഒരു സ്ഥിരത ഉണ്ടായിരിക്കും ഡിവിഡൻറ്റ് എങ്ങനെ ഉയരുന്നതിൽ. ഓക്കെ, ആൻഡ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഈസ് കോൺസ്റ്റൻറ്റ്. ഡിവിഡൻറ്റ് പേ ഔട്ട് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് അവർക്ക് കൊടുക്കുന്നതിലും എന്തുണ്ടായിരിക്കും, ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് മെത്തേഡ് മേ ബി യൂസ് ടു കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇക്വേഷൻ നോക്കാം. K ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ MP ഇൻറ്റു 100 പ്ലസ് G. അതായത് D1 എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് പെർ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ഇയർ. MP എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, G എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻറ്റ്. ഇത് നമ്മൾ ഓൾഡ് ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ന്യൂ ഇക്വിറ്റി ഷെയർസ് ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് മാറും. K ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ NP ഇൻറ്റു 100 പ്ലസ് G. അതായത് MPക്ക് പകരം അവിടെ എന്താകും, NP ആകും. NP ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ. ഓക്കെ, ഇനി അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ടു ഇവാലുവേറ്റ് ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ടു കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് എന്ത് പറയുന്നത്, ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷ്യൂർസ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ദ മെയിൻ ഡിഫിക്കൽട്ടി ഇൻ ദിസ് അപ്രോച്ച് ഈസ് ടു ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രൈസ് അപ്രീസിയേഷൻ എക്സ്പെക്റ്റഡ് ബൈ എ ഷെയർ ഹോൾഡർ വെൻ ഹി ഈസ് വില്ലിംഗ് ടു പേ സർട്ടൻ പ്രൈസ് ഓഫ് കറൻറ്റ് ഡിവിഡൻറ്റ്. ഓക്കെ, അതാണ് ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിവിഡൻറ്റ് ഗ്രോ
അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. അതായത് ഡിവിഡൻറ്റ് ഗ്രോ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവിഡൻറ്റ് ഗ്രോ ചെയ്യുന്നത് ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഡിവിഡൻറ്റും എന്തായിരിക്കും, പേ ചെയ്യുന്ന ഡിവിഡൻറ്റ് ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. ഇവിടെ ഡിവിഡൻറ്റ് ഗ്രോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് റേറ്റിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്താ നോക്കാം. എനിവേ, ഇഫ് dividends of a company are expected to grow at different rates, cost of equity cannot be calculated according to above the method. അതായത് ഒരു കമ്പനിയുടെ ഡിവിഡൻറ്റ് ഗ്രോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് റേറ്റ്സിലാണ്. സോ നമുക്ക് എന്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യാൻ കഴിയില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻ ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഡിഫറെൻറ്റ് മാനർ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഡിഫറെൻറ്റ് മാനറിലായിരിക്കും. Here an important point to be noted is that the current market price of equity share is equal to present value of future dividends plus the present value of the market price of shares. At the end of the period when these are sold, it may be expressed as follows. അതൊന്നും വേണ്ട, ഞാൻ അണ്ടർലൈൻ ചെയ്ത് വരേണ്ടത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, വാട്ട് ഈസ് ഡിവിഡൻറ്റ് ഗ്രോ ടു ഡിഫറെൻറ്റ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ച വരികൾ എഴുതിയാൽ മതി. എന്നിട്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതിക്കോളൂ. പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് ഏർണിംഗ് പ്രൈസ് മെത്തേഡ്. ഏർണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു അണ്ടർലൈൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ കാണാണ്ടെങ്കിൽ പഠിച്ച് വെക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ദി ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിംഗ്സ് പെർ ഷെയർ വിത്ത് ദി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ. അതിൻ്റെ ഇക്വേഷൻസും കൂടെ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് മേ ബി ഏർണിംഗ് പ്രൈസ് മെത്തേഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും വരാം, അതുപോലെ തന്നെ മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ പ്രോബ്ലം ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾ പഠിക്കണം. കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് എങ്ങനെയാണോ പറഞ്ഞത്, നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ട്രൈ. അതല്ലാണ്ട് എനിക്കിനി വെറുതെ പ്രോബ്ലം പഠിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, ആ ഇക്വേഷൻസും പഠിച്ച് വയ്ക്കുക. ഇനി അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. The main advantages of earning price method is that is consider the future earning prospects of the company. അതായത് ഈ ഒരു അതായത് ഏർണിംഗ് പ്രൈസ് മെത്തേഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് എന്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിംഗ് പ്രോസ്പെക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് ഹാസ് 3 മെയിൻ ലിമിറ്റേഷൻസ്. ഓൾ ഏർണിംഗ്സ് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി ഫോം ഓഫ് ഡിവിഡൻറ്റ്. അതായത് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഏർണിങ്സും ഉണ്ടല്ലോ, ടോട്ടൽ ഏർണിങ്സ്, അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഏർണിംഗ് പെർ ഷെയർ കനോട്ട് ബി അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ഷെയറിൽ നിന്ന് നമ്മൾ എത്രയാണോ ഗെയിൻ ചെയ്തത് അത് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ല. ഷെയർ പ്രൈസ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റീറ്റെയിൻഡ് ഏർണിങ്സ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. അതായത് ഷെയർസിൻ്റെ പ്രൈസ് എന്തായിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. കാരണം എന്താ, നമ്മുടെ മാർക്കറ്റിൽ മേ ബി എന്തായിരിക്കാം, വില കൂടുതലായിരിക്കാം, വില കുറവായിരിക്കും, അങ്ങനത്തെ പല സിറ്റുവേഷൻസും വരാം. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഷെയർ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. അതാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ വരുന്ന ഒന്നാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നതായിരുന്നു ഡിവിഡൻറ്റ് ഈൽഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഡിവിഡൻറ്റ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് പറഞ്ഞു, പിന്നെ ഏർണിംഗ് പ്രൈസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ഓക്കെ, വെൻ ഫ്യൂച്ചർ ഡിവിഡൻറ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ആർ അൺസർട്ടൈൻ. അതായത് നമ്മുടെ ഭാവിയിൽ നമുക്ക് എത്ര ഡിവിഡൻറ്റ് ഉണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസും അൺസർട്ടൈൻ ആയിരിക്കും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടല്ലോ, അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്തായിരിക്കും, വളരെ ഡിഫിക്കൾട്ടായിരിക്കും. In order to overcome this difficulty, the average rate of return actually realized in the past few years by investor is used to determine the cost of capital. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് the average rate of return actually realized in the past few years, investor is used to determine the cost of capital. Under this method, the realized yield is discounted at the present value factor and then compared with the value of investment. അതായത് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഉണ്ടല്ലോ ഒരു ഷെയറിൻ്റെ, അത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ടിൽ റിയലൈസ് ചെയ്യും. എന്നിട്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതാണ് എന്ത് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഓർ അപ്രോച്ച്. ദിസ് അപ്രോച്ച് വാസ് ഡെവലപ്ഡ് ബൈ വില്യം എഫ് ഷാർപ്പ്. അതായത് ഈ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്, വില്യം എഫ് ഷാർപ്പാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർസ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് ഈ അപ്രോച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇക്വിറ്റി ഷെയർസിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, നമ്മുടെ റിസ്ക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കും. ഇഫ് മോർ റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് വിൽ പ്രൊവൈഡ് മോർ റിട്ടേൺ. അതായത് ഒരുപാട് റിസ്ക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് റിട്ടേൺ എന്ത് ചെയ്യാം, നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലെസ് റിസ്ക് ഇറ്റ് വിൽ പ്രൊവൈഡ് ലെസ് റിട്ടേൺ. അതായത് നമ്മളിപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുക, കമ്പനിയുടെ ബിസിനസ് സക്സസ് ആയിട്ട് നടക്കും. അതെല്ലാം റിസ്ക് ഒന്നും എടുക്കാണ്ട് അവരുടെ ഒരു എന്താ പറയുക,
കംഫർട്ട് സോണിലാണ് നിന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ റിസ്ക്കും ഉണ്ടായിരിക്കില്ല, പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല. സോ റിസ്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കൂടുതൽ ഡിവിഡൻറ്റ് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ റിസ്ക് കുറവാണെങ്കിൽ ലൈക്ക് അവിടെ കംഫർട്ട് സോൺ ആണെങ്കിൽ എന്തായാലും റിസ്ക്കും കുറവായിരിക്കും, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കുറവായിരിക്കും, നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ 2 types ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇക്വിറ്റി ഷെയർ. അതായത് 2 തരത്തിലുള്ള റിസ്ക്കാണ് ഒരു ഇക്വിറ്റി ഷെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഫസ്റ്റത്തെ സിസ്റ്റമാറ്റിക് റിസ്ക്കും സെക്കൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് മെഷേർഡ് ബൈ ബീറ്റ. ഇതാണത് പറയുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഞാൻ അതെല്ലാം ഇങ്ങനെ റീഡ് ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. മെറിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അപ്രോച്ച്. എനിവേ മെറിറ്റ്സ് പറയുന്നത് ഇറ്റ് ഈസ് തിയോറിറ്റിക്കലി സൗണ്ട്. ഇതെന്താണ് തിയോറിറ്റിക്കലി സൗണ്ട് ആണ്. ഇറ്റ് ഡയറക്ട്ലി കൺസിഡർ ദ റിസ്ക് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ബീറ്റ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇനി നമുക്ക് ഡിമെറിറ്റ്സ് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിന് ഇത് എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സം പ്രോബ്ലംസ് ആർ ഇൻവോൾവ് ഇൻ ദി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് CAPM മോഡൽ ഇൻ കളക്ടിങ് ഡാറ്റ. അതായത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ CAPM ആപ്ലിക്കേഷൻ ആയിട്ടുള്ള CAPMൽ പ്രാക്ടിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് എന്ത് ചെയ്യും, ഇൻവോൾവ് ആയിരിക്കും. ബീറ്റ മെഷർ ഓഫ് റിസ്ക് കൺസിഡർ ഓൺലി ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓൺലി. സം ഇൻവെസ്റ്റേഴ്സ് മേ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടോട്ടൽ റിസ്ക്. അതായത് ബീറ്റ മെഷർ ഓഫ് റിസ്ക് കൺസിഡർ ഓൺലി ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓൺലി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. സം ഇൻവെസ്റ്റേഴ്സ് മേ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടോട്ടൽ റിസ്ക്. ചില ഇൻവെസ്റ്റേഴ്സ് ടോട്ടൽ റിസ്കിൽ എന്തായിരിക്കും, കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഗാർഡൻ ഡിവിഡൻറ്റ് ഗ്രോത്ത് മോഡലിലെ ആ ഒരു മോഡലിനെ കുറിച്ചിട്ടാണ്. എനിവേ ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ എം ഗാർഡൻ ടു കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ഗാർഡൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് എന്ത് പറയുന്നത്, ഗാർഡൻ ഡിവിഡൻറ്റ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ആസ് പെർ ദിസ് മോഡൽ ആൻ ഇൻവെസ്റ്റർ ഓൾവേസ് പ്രിഫർ ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഇൻവെസ്റ്റർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്, കുറഞ്ഞ റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഒരു ഇൻവെസ്റ്റർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ദെർഫോർ എ കമ്പനി ഷുഡ് പേ റിസ്ക് പ്രീമിയം ഓൺലി ആൻഡ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കമ്പനി എന്ത് മാത്രം പേ ചെയ്താൽ മതി, പേ റിസ്ക് പ്രീമിയം ഓൺലി ആൻഡ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ഒരു കമ്പനി എന്ത് ചെയ്താൽ മതി, പേ ചെയ്താൽ മതി. Garden model also suggests that an investor would always prefer this investment which provide his current income. പിന്നെ അതൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷനൊക്കെ അടങ്ങി എഴുതി വയ്ക്കാം. അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സോ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതൊന്നും പറയാനൊക്കെ പറ്റില്ല. മേ ബി 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ്. ആദ്യം ഈ റീറ്റെയിൻ ഏണിങ്സ് എന്താ പറയുക, റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് 1000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. അതായത് പ്രോഫിറ്റ് പറയുമ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞു, അതിനുശേഷം ബാക്കി വരുന്നത് അതായത് നമ്മൾ ബാങ്കിലൊക്കെ അടച്ചു, ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് ഈ 1000 രൂപ. അപ്പോൾ ഈ 1000 രൂപ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കൊടുക്കില്ല, അതിൽ ഒരു 100 രൂപയെങ്കിലും നമ്മൾ എടുത്തു വെക്കും. എന്തിനു വേണ്ടിയിട്ട്, കമ്പനിക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ജനറലി ഇറ്റ് ഈസ് ത്രൂ thought that retained earnings do not involve any cost and it is a cost free source of finance. അതായത് ഈ റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, അതിനങ്ങനെ കോസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, അത് കോസ്റ്റ് ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. കാരണം അതൊരു ഇൻറ്റേർണൽ സോഴ്സ് ആണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ സോഴ്സ് ആണ് എന്ത് പറയുന്നത്, കാരണം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ്, അതിനാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ, അതാണ് നമ്മൾ പൊതുവെ റീറ്റെയിൻ ഏണിങ്സ് ആണ് പറയുന്നത്. എനിവേ ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദി ഡിവിഡൻഡ്സ് ഫോർഗോൺ ബൈ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ് ഈസ് ദി rate at which the shareholder is not receiving the dividend. It refers to the rate of return which a shareholder can obtain by investing the after tax dividend in other securities. അതായത് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഈ 100 രൂപ നമ്മളിവിടെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു, ആ 100 രൂപ വെറുതെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചതുകൊണ്ട് മാത്രമേ ആയിരിക്കുള്ളൂ, അത് പ്രത്യേകിച്ച് ആ എമൗണ്ട് കൂടുകയോ കുറയൊന്നും ചെയ്യില്ല, ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ കമ്പനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കമ്പനിക്ക് ഡിവിഡൻറ്റും കിട്ടി, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ എന്താണ്, സേഫുമാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അപ്പോൾ സെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മറ്റുള്ള കമ്പനീസിൽ സെക്യൂരിറ്റീസിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് വരും. അപ്പോൾ ആ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ച് വെക്കുക കേട്ടോ. KR = DR EPS ഡിവൈഡ് ബൈ MP × 100. കാരണം മേ ബി 2 മാർക്സിന് അല്ലെങ്കിൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പിന്നെ ഈ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും, ഇക്വിറ്റി ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും കേട്ടോ. അതൊന്ന് പറയണേ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് പ്രോബ്ലം ഒന്നുമില്ല, പക്ക തിയറി മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിവേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വേണമെന്ന് ആരെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഐ വിൽ ട്രൈ, ഞാൻ നോക്കാം, അത് കമൻറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് മേ ബി നിങ്ങൾ ഇനി കാണുന്നില്ലെങ്കിലോ വെറുതെ ഞാനിങ്ങനെ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യണോ. പിന്നെയാണെങ്കിൽ പ്രോബ്ലം ടഫാന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട, കാരണം ഇതിൽ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് പ്രോബ്ലംസ് മാത്രമൊന്നും ആയിരിക്കില്ല, രണ്ടും കൂടെ വരിക, പ്രോബ്ലം വരും തിയറിയും വരും. അല്ല, രണ്ടും പഠിക്കേണ്ടവർക്ക് രണ്ടും പഠിക്കട്ടോ. അല്ല, ഞാനിങ്ങനെ പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തിയറി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വിധത്തിലൊന്നും അല്ല എടുത്താൽ മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ എടുത്തിട്ടില്ല. ഇംഗ്ലീഷും മലയാളമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾ അതൊക്കെ പഠിക്കുക. പിന്നെ തിയറിയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുമ്പോൾ തന്നെ ഇരിക്കേണ്ട. കാരണം ക്വസ്റ്റ്യൻ വരുന്ന അത്ര നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ടൈം പോവുക, നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുക എന്നല്ലാതെ വേറെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രോബ്ലം ആണെങ്കിലും തിയറി ആണെങ്കിലും പഠിക്കും. ഓക്കെ, താങ്ക് യു.